നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പൊട്ടി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മട്ടിലാണ് മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. CSK ഓടിച്ച പോക്കിലും പോയി പൊട്ടി. വാങ്കഡയിൽ ചരിത്ര തോൽവിയായിരുന്നു. എന്നാൽ ചെപ്പോക്കിൽ 8 വിക്കറ്റിൻ്റെ കനത്ത തോൽവി തന്നെ അവരെ കാത്തിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യം മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സീസൺ തന്നെ മുംബൈക്ക് കൈവിട്ട മട്ടാണ്. ഇന്നലെ അവരുടെ നായകൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ നോക്കണം. എന്താണ് പറ്റിയത്? ബെറ്ററായിരുന്നു CSK. അവരെ വീഴ്ത്താൻ ഒരു മാർഗവും കണ്ടില്ല. ഫയർ ബോളുകൾ എറിയേണ്ടിയിരുന്നു അവരെ വീഴ്ത്താൻ എന്ന് തമാശയ്ക്കെന്നവണ്ണം അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. മുംബൈയുടെ പേര് കേട്ട ബൗളിംഗ് നിരക്ക് എന്ന് പറഞ്ഞാൽ വമ്പൻ ബൗളർമാരാണ്. ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, ഇങ്ങനെയൊക്കെയുള്ളവന്മാർക്ക് ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല CSK. അവിടെ തന്നെയാണ് പാളിയത്. പിന്നെ റൺസാണെങ്കിലും ഒരു 10-20 റൺസെങ്കിലും മിനിമം കുറവുണ്ടായിരുന്നു. വിശദമായിട്ട് ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങളുടെ ദിവസമല്ല. അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ ദിവസമല്ല എന്നുള്ളതല്ല, നോട്ട് ദിസ് സീസൺ, ഈ സീസൺ തന്നെ നമ്മുടേതല്ല എന്ന അവസ്ഥയാണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അവർ വളരെ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബൗൾ ചെയ്തു. അവർ ഞങ്ങളെക്കാൾ നന്നായിട്ട് ഫീൽഡ് ചെയ്തു. അവർ ഞങ്ങളെക്കാൾ നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഒരു ഘട്ടത്തിൽ ഞങ്ങളൊരു 180-190 റൺസ് എത്തുമെന്ന് കരുതിയതാണ്. പക്ഷേ 10 ഓവറുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ആ മൊമെൻറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുപോലെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനും പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ റണ്ണടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റഡ് ഇന്നിങ്സുകൾ കളിക്കും അതനുസരിച്ച് മാത്രമേ റിസൾട്ട് വരുമായിരുന്നുള്ളൂ. അവരത് കൃത്യമായിട്ട് ചെയ്തു. അവർ കാൽക്കുലേറ്റഡ് ആയിട്ട് അവരുടെ ഇന്നിങ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി. തീർച്ചയായിട്ടും ബാറ്റേഴ്സിന് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. ബൗളേഴ്സിന് നന്നായിട്ട് ബൗൾ ചെയ്യാനും പറ്റിയില്ല. അവിടെയാണ് ഞങ്ങൾക്ക് പാളിയത്. ഞങ്ങൾ ഫയർ ബോൾസ് എറിയണമായിരുന്നു അവരെ വീഴ്ത്താൻ. എന്തായാലും ഞങ്ങളുടെ ബൗളിംഗ് ഓപ്ഷൻസ് വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ അവർ വളരെ സ്മാർട്ട് ക്രിക്കറ്റ് ഞങ്ങളെക്കാൾ ഏറെ ബെറ്ററായിട്ട് കളിച്ചു. അവിടെയാണ് കളി പോയത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ നായകൻ. തീർച്ചയായിട്ടും ഈ സീസണിൽ ഇനിയൊരു പ്രതീക്ഷ വേണ്ട. മഹാരഥന്മാരായ താരങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ബുംറയെ പോലെ, രോഹിത്തിനെ പോലെ. രോഹിത് പരിക്കേറ്റ് ഇപ്പോൾ കളിക്കുന്നില്ല. എന്നാൽ പോലും QDK പോലെ അദ്ദേഹവും പരിക്കേറ്റ് കളിച്ചിട്ടില്ല. എന്നാൽ ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഇന്ത്യയുടെ പ്രീമിയർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ, ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നട്ടലായ തിലക് വർമ്മ. എന്ത് കാര്യം, സ്ക്വാഡ് പറയുമ്പോൾ വളരെ കരുത്തിട്ടതാണ്. പക്ഷേ പരിതാപകരം. ഈ ക്യാപ്റ്റനെ മാറ്റേണ്ട സമയമായോ, ടീമിനെ തന്നെ ഉടച്ചു വാർക്കേണ്ട സമയമായോ? എന്തായാലും ആരാധകർക്ക് ചർച്ചയ്ക്കുള്ള സമയമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഇനിയും കളികളുണ്ട്. അവർക്ക് ഇനിയും 5 കളികൾ ബാക്കിയുണ്ട്. 5ഉം ജയിച്ചാൽ പോലും മുന്നോട്ട് പോവുക എന്നുള്ളത് ദുഷ്കരമായ ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.